ഹായ് വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഇൻട്രഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ പാർട്ട് 1 ആണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, യൂസ് കറണ്ട് ഡിവിഷൻ റൂൾ ടു ഫൈൻഡ് കറണ്ട് ത്രൂ ഈച്ച് ബ്രാഞ്ച് ഇൻ എ DC electric circuit with two resistors R1 R2 in parallel and if the total current is I. നമുക്ക് ക്വസ്റ്റനിൽ തന്നെ മെൻഷൻ ചെയ്തതാണ്. കറണ്ട് ഡിവിഷൻ റൂളാണ് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്നുള്ളൂ. സോ കറണ്ട് ഡിവിഷൻ റൂളിൽ നമുക്ക് ഇവിടെ കൊടുത്തത് 2 റെസിസ്റ്റേഴ്സ് ആണ്. സോ ടു റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ. സോ നമ്മളെടുത്ത നെറ്റ്വർക്കിൽ അത് 2 റെസിസ്റ്റേഴ്സ് ഇരിക്കണം, R1 R2. ഇതാണ് സർക്യൂട്ട് മെൻഷൻ ചെയ്തത്. സോ ഒരു പാരലൽ റെസിസ്റ്റേഴ്സ് സർക്യൂട്ടാണ് ഇവിടെ എടുത്തത്. ഇവിടെ 2 റെസിസ്റ്റേഴ്സ് R1 ആൻഡ് R2. അതിൽ ഫ്ലോ ആണ് കറണ്ട് എന്താണ് നമ്മൾ മെൻഷൻ ചെയ്തത്, I1. ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ R1 ഈസ് മെൻഷൻഡ് ആസ് I1. കറണ്ട് ഫ്ലോയിങ് ത്രൂ R2 ഈസ് മെൻഷൻഡ് ആസ് I2. അതിൽ ടോട്ടൽ കറണ്ട് ഏതാണ്, IT. ആൻഡ് നമ്മുടെ ഇവിടെ പാരലൽ സർക്യൂട്ടാണ് പറഞ്ഞത്. അപ്പോൾ വോൾട്ടേജ് അക്രോസ് ദ പാരലൽ സർക്യൂട്ട് ഈസ് സെയിം. സോ ഹിയർ വി അപ്ലൈഡ് വോൾട്ടേജ് V, which means the voltage across R1 is also V and voltage across R2 is also V, which means in parallel circuit the voltage across the circuit is same. അതാണ് ഇപ്പോൾ നമുക്ക് കറണ്ട് ഡിവിഷൻ ഫോർമുല വന്ന്. സോ കറണ്ട് ഡിവിഷൻ ഫോർമുല IT, ടോട്ടൽ കറണ്ട് ഈസ് IT. ആൻഡ് അത് ഏതാണ് കറണ്ട് ഡിവിഷൻ, I1 I2 പോലെ ഡിവിഷൻ ആയി. അപ്പോൾ I1 ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ കറണ്ട് ഇൻ ടു ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ മെൻഷൻ ചെയ്യണം പാരലൽ സർക്യൂട്ടിൽ. അപ്പോൾ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ R1, which is I1, is equal to the total current IT into multiplication of IT into R2 by R1 plus R2. R1 plus R2 is nothing but the total resistance in the circuit. Adhe similarly I2, the current flowing through second resistor, so which is mentioned as I2 is equal to the total current into opposite resistance edana ivida R1. So R1 by the total resistance R1 plus R2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കമ്പയർ മാഗ്നറ്റിക് സർക്യൂട്ട് ആൻഡ് ഇലക്ട്രിക് സർക്യൂട്ട്. ഇവിടെ നമ്മൾ കൊടുത്തത് ഒരു ഡെഫിനേഷനാണ്, അതേപോലെ കുറച്ച് ഡിഫറൻസസ് ആണ് മെൻഷൻ ചെയ്തത്. ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് എ ക്ലോസ്ഡ് പാത്ത് ഫോർ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ഡ്രിവൻ ബൈ ആൻ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആൻഡ് ഒപ്പോസസ് ദി കറണ്ട് വിത്ത് റെസിസ്റ്റൻസ്. അതേ മാഗ്നറ്റിക് സർക്യൂട്ട് ആണെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ എ ക്ലോസ്ഡ് പാത്ത് ഫോർ മാഗ്നറ്റിക് ഫ്ലക്സ് ഫ്ലോ ഡ്രിവൻ ബൈ, അവിടെ നമുക്ക് ഇലക്ട്രിക് സർക്യൂട്ടിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആണ്, ഇവിടെ ആണെങ്കിൽ മാഗ്നറ്റിക് മോട്ടീവ് ഫോഴ്സ് ആണ്. ആൻഡ് ദിസ് ഒപ്പോസസ് ഫ്ലക്സ് വിത്ത് റിലക്റ്റൻസ്. ഇവിടെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് മെൻഷൻ ചെയ്തത്. ഇലക്ട്രിക് സർക്യൂട്ടിൽ ഫ്ലോയിങ് ക്വാണ്ടിറ്റി ഏതാണ്, ഇലക്ട്രിക് കറണ്ട്. അതേ മാഗ്നറ്റിക് സർക്യൂട്ട് ആണെങ്കിൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. ഡ്രൈവിംഗ് ഫോഴ്സ് ഏതാണ്, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഓൾറെഡി മെൻഷൻ ചെയ്തതാണ് ഡെഫിനേഷനിലോ. ഇവിടെ മാഗ്നറ്റിക് സർക്യൂട്ട് ആണെങ്കിൽ മാഗ്നറ്റീവ് മോട്ടീവ് ഫോഴ്സ്. ഒപ്പോസിങ് ക്വാണ്ടിറ്റി ഏതാണ്, റെസിസ്റ്റൻസ് ആണ് ഇലക്ട്രിക് സർക്യൂട്ടിലോ, റിലക്റ്റൻസ് ആണ് മാഗ്നറ്റിക് സർക്യൂട്ടിലോ. രണ്ടുമാണ് ക്ലോസ്ഡ് പാത്ത്, പക്ഷേ നമുക്ക് ഇലക്ട്രിക് സർക്യൂട്ടിലോ ക്ലോസ്ഡ് കണ്ടക്റ്റീവ് പാത്താണ്, മാഗ്നറ്റിക് സർക്യൂട്ടിലോ ക്ലോസ്ഡ് മാഗ്നറ്റിക് പാത്താണ്. നമുക്ക് ഇതാണ് കുറച്ച് ഡിഫറൻസസ് മെൻഷൻ ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് ഡൈനമിക്കലി ഇൻഡ്യൂസ്ഡ് EMF വിത്ത് ആൻ എക്സാമ്പിൾ ഫോർ ഈച്ച്. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ഈസ് ജനറേറ്റഡ് വെൻ എ കണ്ടക്ടർ റിമൈൻസ് സ്റ്റേഷനറി ഇൻ എ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ്. എന്താണ്, കണ്ടക്ടർ റിമൈൻ സ്റ്റേഷനറി ആണ്, അവിടെ മാഗ്നറ്റിക് ഫീൽഡാണ്, മൂവ്മെൻറ്റിലുണ്ടോ. അതേ ഡൈനാമിക് ഇൻഡ്യൂസ്ഡ് EMF ആണെങ്കിൽ അതിക്ക് ഓപ്പോസിറ്റ് ആണ്, വിച്ച് മീൻസ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ഈസ് ജനറേറ്റഡ് വെൻ എ കണ്ടക്ടർ ഈസ് മൂവ് ത്രൂ എ സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡ്. അവിടെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് అనేది സ്റ്റേബിൾ ആണ്, കോൺസ്റ്റൻറ്റ് മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പോൾ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFക്ക് എക്സാമ്പിളാണ് ട്രാൻസ്ഫോർമർ, ആൻഡ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMFക്ക് എക്സാമ്പിൾ ഏതാണ്, ഇലക്ട്രിക് ജനറേറ്ററാണ്. ഓക്കെ, again I am explaining. Statically induced EMF involves changing magnetic field and a stationary conductors. അതേ dynamically induced EMF ആണെങ്കിൽ അവിടെ നമുക്ക് കണ്ടക്ടേഴ്സ് മൂവ്മെൻറ്റിലും ഉണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് മാത്രം സ്റ്റേഷനറി ആണ്. State and explain Faraday's laws of electromagnetic induction and Lenz's law. So Faraday's laws of electromagnetic induction, which are always known as Faraday laws, right? Faraday's laws are a basic law of electromagnetism predicting how a magnetic field will interact with an electric circuit to produce an EMF. This phenomenon is known as electromagnetic induction. അതെന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ മീൻസ്?
നമ്മൾ ഒരു we are going to observe the characteristics of a magnetic field when it is interacting with an electric circuit. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു മാഗ്നറ്റ് പ്ലേസ് ചെയ്തതാണ്, അവിടെ നമുക്കൊരു ഗാൽവനോമീറ്റർ ഉണ്ട്, റൈറ്റ്. സോ നമ്മളൊരു ഇലക്ട്രിക് സർക്യൂട്ടിലോ ഒരു മാഗ്നറ്റിനെ പ്ലേസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചേഞ്ചസ് നമുക്ക് അബ്സർവ് ചെയ്യണം, അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതേ ലെൻസിലാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF ഓപ്പോസസ് ദി കോസിങ്, ഇതൊരു ബേസിക് പോയിൻ്റാണ് മെൻഷൻ ചെയ്യുന്നത്. ഒരു ലെൻസിലാ പറഞ്ഞ ദ ഡയറക്ഷൻ ഓഫ് ദി ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ ബി such that the magnetic field created by the induced current opposes the initial changing magnetic field which produced it. The direction of this current flow can be determined by using Fleming's right hand rule.